നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? ഡേയ്സ് ഓഫ് ദി വീക്ക്. ഡേയ്സ് ഓഫ് ദി വീക്ക് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം തൊട്ടേ പഠിക്കുന്നതല്ലേ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അല്ലേ? ഇതിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയോ? അറിയോ? എഴുതാൻ അറിയോ? സൺഡേ, മൺഡേ അറിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വീട്ടിൽ വന്നിട്ട് അടിക്കും. 1ാം ക്ലാസ് പഠിക്കുന്ന അത് സൺഡേ മൺഡേ എഴുതാൻ. SUNDAY സൺഡേ, TUESDAY ട്യൂസ്ഡേ, WEDNESDAY വെനസ്ഡേ, THURSDAY തേഴ്സ്ഡേ, FRIDAY ഫ്രൈഡേ, SATURDAY സാറ്റർഡേ. അപ്പൊ അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ പറയാനുള്ളത് ടുഡേ, യെസ്റ്റർഡേ, ടുമോറോ. ടുഡേ എന്താണെന്നറിയാം, യെസ്റ്റർഡേ എന്താണെന്നറിയാം, ടുമോറോ എന്താണെന്നറിയാം. നിങ്ങൾ കുഞ്ഞു മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് യെസ്റ്റർഡേയും ടുമോറോയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇന്നലെ, നാളെ എന്നുള്ളത് മിക്കവാറും നിങ്ങളൊക്കെ, നിങ്ങളല്ല എല്ലാവരും അതെ, ഞാനും അങ്ങനെ തന്നെ ആയിട്ടുണ്ടാവും. എല്ലാവർക്കും ചെറുപ്പകാലത്തിൽ ഈ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് യെസ്റ്റർഡേ, ടുമോറോ, ഇന്നുള്ളത് മാറില്ല, ഇന്നലെയും നാളെയും. നാളെ പോകുന്ന വേണമെങ്കിൽ ചിലപ്പം ചെറിയ മക്കള് പറയുമ്പോൾ ഇന്നലെ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കഴിച്ചു എന്നുള്ളതിന് അവര് നാളെ ഞാൻ കഴിച്ചു എന്നായിരിക്കും പറയാം. അത് മിക്കവാറും മക്കൾക്ക് മാറിപ്പോകുന്നതാണ്. അപ്പോ യെസ്റ്റർഡേ എന്ന് വെച്ചാൽ ഇന്നലെ, കഴിഞ്ഞു പോയത്, പാസ്റ്റ്. ടുഡേ ഇന്ന്, ഇറ്റ് ഈസ് പ്രസന്റ്. ടുമോറോ ഇറ്റ് ഈസ് ഫ്യൂച്ചർ, ഭാവിയിൽ വരുന്ന. നാളെ, നാളെ എന്താ ആവുക നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെ. കഴിഞ്ഞു പോയത്, ഇന്നലെ യെസ്റ്റർഡേ കഴിഞ്ഞത് അങ്ങ് കഴിഞ്ഞു. ഇന്നിപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ മാത്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളെ ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നാളെ ഞായറാഴ്ച അല്ലേ, ഓക്കെ, നാളെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊന്നുമില്ല. നാളെ ഇപ്പം ചിലപ്പോ നിങ്ങളുടെ വീട്ടിൽ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. മറ്റന്നാൾ എക്സാം തുടങ്ങുമല്ലേ, വീട്ടിൽ അടിയും പിടിയും ബഹളവും ആയിരിക്കും, പഠിക്കേണ്ടതും എഴുതേണ്ടതും ഒക്കെ കൂടി. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, എല്ലാം പഠിച്ചു കഴിഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ നല്ല സമാധാനത്തിൽ ഇരിക്കുന്നുണ്ടാവോ, അവള് പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അവൻ പഠിച്ചു കഴിഞ്ഞു എന്നിട്ട് സമാധാനത്തിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നാളെ എന്താന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, today means the present day, yesterday means the day before the present day. ഇന്നത്തേന് തൊട്ട് മുന്നേ ഉള്ള ദിവസമാണ് yesterday. Tomorrow means the day after present day. ഇന്ന് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് ടുമോറോ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് മൺഡേ, ഇന്ന് സാറ്റർഡേ ആണെങ്കിൽ, ഇന്ന് സാറ്റർഡേ ആണല്ലോ, ഇന്ന് സാറ്റർഡേ ആണെങ്കിൽ യെസ്റ്റർഡേ എന്തായിരിക്കും? യെസ്റ്റർഡേ, ഇന്ന് സാറ്റർഡേ ആകുമ്പോ യെസ്റ്റർഡേ എന്താ? യെസ്റ്റർഡേ ഏതാ ഡേ? ഇന്നലെ ഏതായിരുന്നു ദിവസം? ഫ്രൈഡേ. ഓക്കെ, ടുമോറോ ഏതായിരിക്കും? ടുമോറോ ഏത് ദിവസമായിരിക്കും? സൺഡേ. അപ്പോ നമ്മൾ നോർമലി പറയുന്ന സമയത്ത് 7 days ഓഫ് എ വീക്ക് എന്നാ പറയാ. സൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്ത് സാറ്റർഡേയിൽ അവസാനിക്കുന്നു. എന്നാല് സാധാരണ നമുക്ക് സൺഡേ സ്റ്റാർട്ട് ചെയ്ത് സാറ്റർഡേ അവസാനിച്ചാല് പിന്നെ അടുത്ത ദിവസം വരുമ്പോ ആദ്യം സൺഡേ അല്ലേ പറയാ, അല്ലേ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഫൈനലി ടുഡേ ഈസ് സാറ്റർഡേ. സാറ്റർഡേ കഴിഞ്ഞാൽ ഇന്ന് ദിവസം അങ്ങ് കഴിഞ്ഞോ? ഇല്ല, അഗൈൻ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. സാറ്റർഡേ കഴിഞ്ഞാൽ പിന്നെ സൺഡേ വരും അല്ലേ. അതൊരു സൈക്കിള് പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോ ഇന്ന് ഏതാണ് ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഏതാന്ന് പറയാം, ടുമോറോ ഏതാന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്നിപ്പോ സൺഡേ ആണെങ്കിൽ ഈസ് ടുഡേ സൺഡേ, ദെൻ യെസ്റ്റർഡേ എന്തായിരിക്കും? ഇന്നലെ എന്താ ദിവസം ഉണ്ടായിട്ടുണ്ടാവുക? ഇന്ന് സൺഡേ ആണെങ്കിൽ സാറ്റർഡേ ആയിരിക്കും അല്ലെ. ഇന്നലെ സാറ്റർഡേ ആയിരിക്കും, നാളെ മൺഡേ ആയിരിക്കും.
Okay, അതാണ് days of a week. Next, months of the year. ഏതൊക്കെയാ ഒരു വർഷത്തിൽ എത്ര months ഉണ്ട് ഒരു വർഷം? എത്ര months ഉണ്ട്? എത്രയുണ്ട്? എത്രയാണ് ആഫി? ഒരു വർഷം 1 year is equal to എത്ര months ആ? 12. 12 months. ഏതൊക്കെയാ 12 months? അറിയോ അലൻ തോമസ്? 12 months ഏതൊക്കെയാന്ന് പറഞ്ഞേ? അലൻ തോമസ് 12 months ഏതൊക്കെയാന്ന് പറഞ്ഞേ? ഏതൊക്കെയാ? അറിയില്ലേ? അനിഹ ഏതൊക്കെയാ 12 months? January, February, March, April, May, June, July, August, September, October, November, December. Okay, very good. January, February, March, April, May, June, July, August, September, October, November, December. അപ്പൊ ഇപ്പൊ ഏതാ മാസം? മാർച്ച് അല്ലേ? ഇപ്പൊ മാർച്ച് അല്ലേ? സാധാരണ സ്കൂള് പൂട്ടുന്ന മാസമാണ് മാർച്ച്. മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും. കാരണം ഏപ്രിൽ മെയ് മാസം വെക്കേഷൻ ആണ് അല്ലേ? 2 മാസം വീട്ടിലിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വെക്കേഷനും ഇല്ല, ഒന്നുമില്ല, ഫുൾ ടൈം വീട്ടിൽ തന്നെ അല്ലേ? ഒരു വർഷമായി നിങ്ങളുടെ വെക്കേഷൻ. സ്കൂള് തുറക്കുന്ന മാസം ഏതാ? സ്കൂള് തുറക്കുന്ന മാസം ഏതാ? ജൂൺ. ഏറ്റവും ലാസ്റ്റ് മാസം ഏതാ? ഒരു ഇയറിലെ ഏറ്റവും ലാസ്റ്റ് മാസം ഏതാ? നിങ്ങൾ അവിടുന്ന് പറഞ്ഞോ, മിസ് കാണുന്നുണ്ട്. ഏതാ ലാസ്റ്റ് മാസം? ഡിസംബർ അല്ലേ? ഓക്കെ, അപ്പം ഈ മന്ത്സിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയോ? സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയോ? പ്രത്യേകിച്ച് എഴുതി തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നിങ്ങൾ കലണ്ടർ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ചില മാസം 31 days ഉണ്ട്, ചില മാസം 30 days ഉള്ളൂ, ചില മാസം അതായത് ഒറ്റൊരു മാസം 28 days ഉള്ളൂ. ഓക്കെ, ടോട്ടൽ ഒരു വർഷം എത്ര ഡേയ്സ് ഉണ്ട്? എത്ര ഡേയ്സ് ഉണ്ട്? എത്രയുണ്ട്? എത്ര ഒരു വർഷം എത്ര ദിവസമുണ്ട്? എത്ര ദിവസം? മന്ത്സ് ആണ് 12. എത്ര ദിവസമുണ്ട്? അറിയില്ല, സാരമില്ല, കുഴപ്പമില്ല. എത്രയാ മന്ന? 7. ഒരു വർഷം 7 ദിവസമാണോ? ഒരു വീക്കില് 7 days. ഒരു വീക്കില് 7 days. ഒരു വർഷം എത്ര ദിവസമുണ്ട്? എത്ര ഇഫ്ര? 365. ഒരു വർഷം 365 ദിവസമുണ്ട്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് നിങ്ങൾ നോട്ട്ബുക്ക് ഒന്ന് എടുത്തു വെച്ചേ, ഒന്ന് പെട്ടെന്നൊന്ന് എഴുതി വെക്കാം. മിസ് എഴുതുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് എഴുതിക്കോ. One week is equal to 7 days. 1 week is equal to 7 days. 1 year is equal to
365 days or 12 months. One week is equal to 7 days. 1 year is equal to 365 days or 12 months. ഇനി നമുക്ക് ഓരോ മന്തിലെയും ഡേയ്സിന്റെ എണ്ണം എഴുതി വെക്കാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, എഴുതണ മിസ്സിന്റെ കൂടെ തന്നെ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓരോ മന്തിലും എത്ര ഡേയ്സ് ഉണ്ട് എന്ന് എഴുതി വെക്കാം. ജനുവരിയിൽ എത്ര മാസം ഉണ്ടാവാ? സോറി, എത്ര ദിവസം ഉണ്ടാവാ? ജനുവരി 31, ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29. ഫെബ്രുവരി മാസം മാത്രം 28 ദിവസം അല്ലെങ്കിൽ 29 ദിവസം. 29 ദിവസം കൂടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിക്കും. 29 ദിവസം എങ്ങനെയാ വരുന്നതെന്നൊക്കെ. മാർച്ച് 31 ഡേയ്സ്, ഏപ്രിൽ 30 ഡേയ്സ്, മെയ് 31, ജൂൺ 30, ജൂലൈ 31, August 31, September 30, October 31, November 30, December 31. January 31, February 29, 28, March 31, April 30, May 31, June 30, July 31, August 31, September 30, October 31, November 30, December 31. ഇതൊന്ന് പെട്ടെന്നൊന്ന് എഴുതി വെച്ചേ നോട്ട്ബുക്കിൽ. ഫെബ്രുവരി നോർമലി 28 ഡേയ്സ് ആയിരിക്കും. എന്നാൽ ലീപ് ഇയർ എന്ന് വെച്ചാൽ 4 വർഷം കൂടുമ്പോഴാണ് ലീപ് ഇയർ വരുന്നത്. ലീപ് ഇയറിൽ ഫെബ്രുവരിയിൽ
29 ഡേയ്സ് ഉണ്ടാവും. അങ്ങനെ ആവുമ്പോൾ ടോട്ടൽ 366 ഡേയ്സ് ഒരു വർഷം വരും. ലീപ് ഇയറിൽ 366 ഡേയ്സ് ആയിരിക്കും, ഫെബ്രുവരി 29 ഡേയ്സ് ആയിരിക്കും. നോർമൽ ഇയറിൽ ഒരു വർഷം 365 ദിവസവും ഫെബ്രുവരി 28ഉം. ബാക്കി മന്ത്സിലെ ഡേയ്സിലൊന്നും വ്യത്യാസം വരുന്നില്ല, ഫെബ്രുവരിയിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. നോർമൽ കേസിൽ നോർമൽ ഇയറിൽ 28 ഡേയ്സും ലീപ് ഇയറിൽ 29 ഡേയ്സും. ലീപ് ഇയർ എന്താന്നൊക്കെ നിങ്ങൾ വലിയ ക്ലാസ് ആവുമ്പോൾ പഠിക്കൂ കേട്ടോ. ഇപ്പൊ ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഒരു വർഷം 1 year is equal to 365 days. In leap year 1 year has 366 days. അതും കൂടി എഴുതി വെച്ചു. In leap year 1 year has 366 days. In leap year 1 year has 366 days. അതും കൂടി ഒന്ന് എഴുതി വെച്ചു. സീസൺ എന്ന് പറഞ്ഞാൽ എന്താ? കാലങ്ങൾ അല്ലെ. ഇപ്പൊ ഏത് കാലാ? ഇപ്പൊ ഏതാ സീസൺ? എന്താ മന്ന? കാലങ്ങൾ. ഇപ്പൊ ഏതാ കാലം? ഇപ്പൊ ഏതാ സീസൺ? ഇപ്പൊ ഏതാ സീസൺ? അറിയോ? ആർക്കറിയുന്നേ? ഇപ്പൊ ഏതാ സീസൺ എന്ന് ആർക്കറിയുന്നേ? നല്ല ചൂടല്ലേ ഇപ്പോ അല്ലേ? സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ ഇപ്പൊ? ചൂടുകാലം. ഇറ്റ് ഈസ് സമ്മർ. നമ്മള് 2 മാസം വെക്കേഷൻ ആവുന്ന സമയത്ത് നമ്മൾ സമ്മർ ഹോളിഡേയ്സ് എന്നാ പറയാം. സമ്മർ വെക്കേഷൻ. എന്തുകൊണ്ടാ സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത്? ആ സമയത്ത് വരുന്ന സീസൺ, ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന സീസൺ സമ്മർ ആയതുകൊണ്ട്. സമ്മർ എന്ന് വെച്ചാല് ചൂടുകാലം. ഇപ്പൊ സമ്മർ ജനുവരി മുതലേ സ്റ്റാർട്ട് ചെയ്യും. നല്ല ചൂടുണ്ടാവും. ചിലപ്പോ തണുപ്പ് ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി വരെയൊക്കെ തണുപ്പ് ഉണ്ടാവും. ഇപ്പൊ കാലാവസ്ഥ ഒന്നും നോക്കണ്ട. ഇപ്പൊ എങ്ങനെയൊക്കെയോ ആണ്. ഇന്ന് കണ്ടോ മൂടിക്കെട്ടിരിക്കുന്നു, മഴക്കാറുണ്ട് നല്ല. ശരിക്കും പറഞ്ഞ ഈ സമയത്ത് മഴ പെയ്യേണ്ടതാണോ? അല്ല. ഇപ്പൊ കാലാവസ്ഥയൊന്നും നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒന്നല്ല. ഏതൊക്കെയോ സമയത്ത് ഏതൊക്കെയോ കാലാവസ്ഥ വരുന്നത്. നോർമലി the year is divided into 4 seasons. The year is divided into 4 seasons. ഏതൊക്കെ? സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ. ജനറലി 4 സീസൺ ഉണ്ട് എന്നാ പറയുന്നേ. അതായത് വേൾഡ് വൈഡ് ആയിട്ട് പറയുന്ന സമയത്ത്, ലോകത്തിലെ മൊത്തമായിട്ട് പറയുന്ന സമയത്ത് ഒരു വർഷത്തെ 4 സീസൺ ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നത് സമ്മറും വിന്ററും മാത്രം. ഓക്കെ. ഇൻ ഇന്ത്യ the year is divided into 6 seasons. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇയറിനെ എത്ര സീസൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 6 കാലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയത്? ശിശിര, വസന്ത, ഗ്രീഷ്മ, വർഷ, ശാരദ, ഹേമന്ത. എല്ലാം ഓരോ കുട്ടികളുടെയും സ്ത്രീകളുടെ ഒക്കെ പേരല്ലേ?
അല്ലേ? ഈ ഓരോ സീസണും 2 മാസം വീതം ഉണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് ഏതൊക്കെ മാസങ്ങളിലാണ് വരുന്നതെന്ന് പേജ് നമ്പർ 118 കൊടുത്തിട്ടുണ്ട്. ഒരു സർക്കിൾ കൊടുത്തിട്ട് കണ്ടോ? ജനുവരി ഫെബ്രുവരി ശിശിര, മാർച്ച് ഏപ്രിൽ വസന്ത, മെയ് ജൂൺ ഗ്രീഷ്മ, ജൂലൈ ഓഗസ്റ്റ് വർഷ, സെപ്റ്റംബർ ഒക്ടോബർ ശാരദ, നവംബർ ഡിസംബർ ഹേമന്ത. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇന്ത്യൻ സീസൺ പ്രകാരം നമുക്കിപ്പോ ഏത് സീസണാ? മാർച്ച് മാസം വരുന്നത് വസന്തകാല ഇപ്പോ. ഓക്കെ, എന്നാൽ പൊതുവെ നമ്മളിപ്പോ പറയുന്നത് എന്താ? സമ്മർ സീസൺ ആണെന്നാ പറയാം. ഇപ്പൊ ഇതില് പറഞ്ഞിരിക്കുന്ന പോലെ ഈ 2 മാസം ആകണമെന്നില്ല. മാസത്തിലൊക്കെ എന്ത് വരും? ചേഞ്ച് വരും. അപ്പോ ജസ്റ്റ് നിങ്ങൾ ഇത് അറിഞ്ഞു വെക്കുക. പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഒന്നും ഇട്ടിട്ടില്ല ഇതെന്ന് കേട്ടോ. സീസണിന് ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം? ക്ലോക്ക് പഠിക്കുക. ക്ലോക്കിൽ സമയം നോക്കാൻ പഠിക്കാം. പിന്നെ ഡേയ്സ് ഓഫ് ദി വീക്കും മന്ത്സ് ഓഫ് ദി ഇയറും സ്പെല്ലിങ് തെറ്റാതെ എഴുതാൻ പഠിക്കുക ഈ ചാപ്റ്ററിൽ. പിന്നെ ലാസ്റ്റ് വരുന്ന ചാപ്റ്റർ ഡാറ്റ ഹാൻഡ്ലിംഗ്. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ചാപ്റ്റർ ആയതുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ്. നമുക്ക് അടുത്ത വർഷം സ്കൂളിൽ വന്ന് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് 3ാം ക്ലാസ്സിൽ ഡാറ്റ ഹാൻഡ്ലിംഗ് പഠിക്കാം. ഓക്കെ, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് എക്സാമിന് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് സിലബസ് തന്നതിലും ആ ഒരു ചാപ്റ്റർ ഒഴിവാക്കിയിട്ടത്. സിമ്പിൾ ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് ഒഴിവാക്കുന്നത് കേട്ടോ. പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഒഴിവാക്കുന്നത്. 3ാം ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോ ഇത്ര വരെ ഇന്നിപ്പോ പഠിപ്പിച്ചത് വരെ നിങ്ങൾ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ചാപ്റ്റർ 5 ടൈം വരെ. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിനിടയിൽ പഠിക്കുന്നതിനിടയിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിസ്സിനോട് ചോദിക്കാം. ജസ്റ്റ് വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ കോള് കാണുമ്പോൾ മിസ് തിരിച്ച് വിളിക്കാം. എടുത്തില്ലെങ്കിൽ ടെൻഷൻ ഒന്നും ആവണ്ട. അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. വോയിസ് ആയിട്ടോ എങ്ങനെയെങ്കിലും ആയിട്ടോ എന്താ ഡൗട്ട് എന്ന് വെച്ചാൽ മെസ്സേജ് അയക്കുക. മെസ്സേജ് കാണുന്ന സമയത്ത് ടൈം കിട്ടുമ്പോൾ റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, ഒരിക്കൽ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് വെച്ചിട്ട് മിസ്സിനോട് ദേഷ്യമൊന്നും തോന്നണ്ട. പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും തിരക്കായിട്ടായിരിക്കും എടുക്കാത്തെ. എന്നാലും കോള് കണ്ടാൽ ഞാൻ തിരിച്ചു വിളിക്കും. ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജിന് എന്തായാലും റിപ്ലൈ തരും. നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. മാത്സ് മാത്രമല്ല എല്ലാ എക്സാമും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ബൈ. All the best for your exams. Study well, prepare well. Okay, bye.